1815 രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജ്യോതിറാവ് ഫുലെയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. പത്മശ്രീ കിട്ടിയ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 1977. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തല്ലാടോ ചങ്ങാതിമാരെ, ഉഷാറല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? വരാൻ പോകുന്ന 2026 കമ്പനി ബോർഡ് LGS, VFA, ബീവറേജ് LD, അതുപോലെ തന്നെ +2 ലെവൽ, ഡിഗ്രി ലെവൽ, മറ്റ് പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് SCERT ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മൾ ഇതാ പുതിയ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ എടുത്ത 7ാം ക്ലാസ്സിലെ മുഴുവൻ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ഞാൻ മുകളിൽ കൊടുക്കാം. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSന് വേണ്ടി മുഴുവൻ ക്ലാസ്സുകളും ഒരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. കൂട്ടുകാരെ, ഓരോ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നോക്കൂ, കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുള്ളൂ, പക്ഷേ കുറച്ചധികം വസ്തുതകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് APJ അബ്ദുൽ കലാമിന്റെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവത്തെ കൊടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം പഠിച്ചു വെച്ചേക്ക്, അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇനി അറിയാത്ത കൂട്ടുകാരുടെ നോട്ട് ചെയ്തോളുക. ഇവിടെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം, ഇത് ഏത് കൃതിയിൽ നിന്ന് എടുത്താണ്? അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ നിന്നും. APJയുടെ കൃതിയാണ് അഗ്നിച്ചിറകുകൾ. ഓക്കെയാണേ. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ മാറ്റി നിർത്തുകയാണ്, അല്ലെ? കാരണം മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വലിയ വിവേചനം നേരിടേണ്ടി വന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ്, അല്ലെ? അപ്പൊ ഈ ഒരു സംഭവമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിവിടെ ചാപ്റ്ററിൽ കൊടുക്കാൻ കാരണം? ചാപ്റ്ററിന്റെ പേര് നോക്കൂ, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും, അല്ലെങ്കിൽ പണ്ട് കാലത്ത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന, അല്ലെ, പല ഇഷ്യൂസ് നമുക്കറിയാം. ഇവിടെ ജാതിയുടെ പേരിലും അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ആളുകൾക്ക് വിവേചനം നേരിടേണ്ടി വന്നിരുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, ഇതാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. കൃത്യമായിട്ട് ഈ ടേം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് അരികുവൽക്കരണം? ഒരു പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ പരീക്ഷ ഹാള് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല. മക്കളെ, നല്ല രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് SCERT ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കും, ഇത് എവിടെയോ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് എന്താണെന്നൊക്കെ ചിന്തിക്കും പരീക്ഷ ഹാളിന്. അരികിലേറ്റ്, അല്ലെ, സൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ മാർജിനലൈസേഷൻ എന്നൊക്കെ പറയും. അവരെ നമ്മൾ എന്ത് ചെയ്യുക? പാർശ്വവൽക്കരണം എന്നൊക്കെ രൂപത്തിലേക്ക് ചിന്തിക്കുക. അരികുവൽക്കരണം, പാർശ്വവൽക്കരണം എന്നൊക്കെ പറയാൻ മാറ്റി നിർത്തുക ചില വിഭാഗങ്ങളെ, അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ ചില ആളുകളെ. നമ്മൾ സമൂഹം അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, ഓക്കെ, എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുക്കൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. നമ്മൾ നടു റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ, അല്ലെ? സമൂഹത്തിൽ നമുക്കുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം കൊണ്ടുപോവാണ് പ്രകൃതി, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ചില ദുരന്തങ്ങൾ അതുമൂലം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയല്ലേ അത്? ആക്ച്വലി നമ്മൾ അങ്ങനെ ചിന്തിക്കാം, അരികുവൽക്കരണം. വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ ആ കൺസെപ്റ്റ്? ജാതി, മത, ഗോത്ര, ലിംഗ പദവിയിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കാറുണ്ട്. ഇപ്പൊ APJയുടെ കഥ നമുക്കറിയാലോ. APJ ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട കുട്ടിയെ അടുത്തൊരു മുസ്ലിം കുട്ടി ഇരുന്ന സമയത്താണ് അവിടെ ആ ഒരു സംഭവം ഉണ്ടായത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. PDF നോട്ടെല്ലാം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനലിൽ കൊടുക്കും. കൂടുതലൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാനത് സമയം കളയേണ്ടെന്ന് കരുതിയിട്ടാണ് വായിക്കാത്തത്. അപ്പൊ അത്തരത്തില് ജാതി, മത, ഗോത്ര, ലിംഗ പദവിയിലെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത്, അതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയ, അല്ലെ? എക്സ്ക്ലൂഷൻ, അരികുവൽക്കരണം, അങ്ങനെ ഒഴിവാക്കുന്ന ഒരു പരിപാടി. ഓക്കെ, അപ്പൊ ഒഴിവാക്കൽ, കുടിയൊഴിപ്പിക്കല്, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളാൽ അരികുവൽക്കരണം നടക്കുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്റർ തുടക്കത്തിൽ പറയുന്നത്. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു വിവേചനം, അല്ലെ, പലപ്പോഴും നേരിടാറുണ്ട്. ട്രാൻസ്ജെൻഡറുകൾക്ക് നേരിടാറുണ്ട്. ദളിതർ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ദളിത് വിഭാഗം. ഗോത്ര വിഭാഗക്കാർ, അവരിപ്പോഴും ഈ ഒരു പ്രശ്നത്തെ, അല്ലെ, സഹിക്കുന്ന ഒരു വിഭാഗമാണ്. ന്യൂനപക്ഷങ്ങള്, ദാരിദ്ര്യം നേരിടുന്നവര്, അഭയാർത്ഥികള്, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതരായ ആളുകൾ, അവരോടൊക്കെ നമുക്കൊരു, അല്ലെ,
ഒരു ഐത്തം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ജയിൽ മോചിതരാണെങ്കിൽ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെല്ലാ സമയത്ത് നമ്മൾ കൂട്ടിപ്പിടിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള കുറച്ച് ആളുകളെയാണ് ഇവിടെ കൊടുത്തത്. ആരൊക്കെയാണെന്ന് അപ്പൊ കൃത്യമായിട്ട് അതൊക്കെ നമുക്ക് അറിയുന്ന ഫാക്റ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്നും ചില GK ചോദ്യങ്ങൾ പിടിച്ചെടുക്കാം. ഇവിടെ ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലുള്ള ഒരു സംഭവമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ, നവോത്ഥാന ചരിത്രത്തിൽ നമ്മുടെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സംഭവം അല്ലെ. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്നറിയപ്പെടും. അപ്പൊ എവിടെയാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ? ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂളാണ് കേട്ടോ, ട്രിവാൻഡ്രത്താണ്. ഇവിടെ കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംഭവം ഞാനതൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒരു ഡയലോഗ് കൊണ്ട് നമുക്ക് ഈ ഒരു സംഭവത്തെ ഒന്ന് ഓർത്തെടുത്താലോ അല്ലെ. അയ്യങ്കാളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് എന്താണ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞ ആളിക്കത്തിയ തീപ്പരി കേരളത്തിന്റെ മഹാനായ പുത്രൻ അല്ലേ, മഹാത്മാ അയ്യങ്കാളി നയിച്ച ഒരു പാത, അയ്യങ്കാളി മുന്നോട്ട് വെച്ച ആശയം നോക്കൂ. അദ്ദേഹത്തിന്റെ ഡയലോഗാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞ ഡയലോഗ് PSയുടെ PYക്കുമാണ്. ആരുടേതാടാ? അയ്യങ്കാളിയുടേതാണ്. അപ്പൊ അത് SCERT അകത്തില്ല. പക്ഷേ നോക്കൂ, 2-3 ഫാക്ട് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തെ ഒന്ന് മാറ്റി എഴുതിയ കേട്ടോ. ഊരൂട്ടമ്പലത്തിന്റെ പേര് അല്ലെങ്കിൽ ആ സർക്കാർ സ്കൂളിന്റെ പേര് ഇപ്പം അയ്യങ്കാളി പഞ്ചമി എന്നാണല്ലോ. നോക്കൂ, എന്താണ് ആ ചരിത്രം? 1904 വെങ്ങാനൂരിൽ ദളിതരുടെ, അദ്ദേഹത്തിന്റെ തട്ടകമാണ് അയ്യങ്കാളി ജനിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, വെങ്ങാനൂരാണ്. 1863 ഓഗസ്റ്റ് മാസം 28 അയ്യങ്കാളി ജനിക്കുന്നത്. നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് നവോത്ഥാന നായകന്മാർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും. അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ വെങ്ങാനൂരിൽ ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അദ്ദേഹം നിർമ്മിച്ചു 1904. ആര്? അയ്യങ്കാളി. 1904 പഠിച്ചു പോണേ. കുറച്ച് പോയിന്റുകള് നമുക്ക് ഇതോടൊപ്പം അങ്ങ് പഠിച്ചു പോവാടാ. സെറ്റല്ലേ? അപ്പൊ ഏത് വർഷമാണ് അയ്യങ്കാളി വെങ്ങാനൂരിൽ ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം നിർമ്മിച്ചത്? 1904. സവർണർ അന്ന് രാത്രി തന്നെ ആ പള്ളിക്കൂടം തീയിട്ടു മക്കളെ. 1907 ഒരുപാട് സംഭവങ്ങൾ നടന്ന വർഷം കേട്ടോ 1907. പുലയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാകുന്നത് ഏത് വർഷമാണ്? തിരുവിതാംകൂറിലെ 1907. അപ്പൊ 1904 വെങ്ങാനൂരിൽ ദളിതരുടെ ഒരു ആദ്യത്തെ പള്ളിക്കൂടം സ്ഥാപിക്കുന്നു അദ്ദേഹം, നമ്മുടെ അയ്യങ്കാളി. എന്നാൽ അത് ഈ പറയുന്ന സവർണ ജാതിക്കാർ തീയിടുന്നു. 1907 ഇങ്ങനെ ഒരു നിയമം വരുന്നു. അങ്ങനെ പൂജാരി അയ്യൻ എന്ന് പറയുന്ന വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ 8 വയസ്സുള്ള മകൾ, നമ്മുടെ നായികയുടെ പേര് പഞ്ചമി മോള്. ആ പഞ്ചമി മോളെയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്ക്, ഇത് ഞാൻ എടുത്തു കൊടുക്കാൻ കാരണം ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം എന്ന് പറയുന്ന അവിടെ പെൺ പള്ളിക്കൂടത്തിൽ എത്തുകയാണ്. എന്നിട്ട് ആ പള്ളിക്കൂടത്തിലെത്തി അവിടുത്തെ അധ്യാപകൻ ആദ്യം വിസമ്മതിക്കും. അയാളോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ഹാളിൽ അല്ലെങ്കിൽ സ്കൂളിനകത്ത് ബെഞ്ചിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ പഞ്ചമിയെ മോളെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. പഞ്ചമി എന്ന പുലയ പെൺകുട്ടി തൊട്ട ഊരൂട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ തീ വെച്ച് നശിപ്പിക്കുകയാണ് കാട്ടാളന്മാർ അല്ലേ. അങ്ങനെ ആ സവർണർ അതിനോട് പ്രതികരിച്ചത് വളരെ പൈശാചികമായിട്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവമാണ് കേരള ചരിത്രത്തിൽ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കേരളം ഇങ്ങനെയായി മാറിയത് ഈ മഹാത്മാക്കളായ ആളുകളുടെയൊക്കെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ. അപ്പൊ ആ ഒരു സംഭവം നിങ്ങളൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ SCERT കൊടുത്തത്. ഊരൂട്ടമ്പലത്തിലെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നറിയപ്പെടുന്നുണ്ട്. ആ സംഭവങ്ങളില് നെയ്യാറ്റിൻകര താലൂക്കിലാണിത്. ഊരൂട്ടമ്പലം എന്ന് പറയുന്ന പെൺപള്ളിക്കൂടം, അവിടെ പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയ കഥ അയ്യങ്കാളിയായിരുന്നു. അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം 1904 അദ്ദേഹം വെങ്ങാനൂരിൽ ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം നിർമ്മിക്കുന്നത്. എന്നാൽ 1907 പുലയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാവുന്നത്. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം സ്കൂളിൽ പോവുകയാണ്. സ്കൂളുണ്ടായ തിക്താനുഭവം ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് മനുഷ്യനായി മനസ്സിലാക്കാനും ഈ ജാതി മത മറ്റ് ചിന്തകളും വേർതിരിവിലെ ഐത്തം ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് വേണ്ട വിദ്യാഭ്യാസമാണ്. അങ്ങനെയാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരും മഹത് വ്യക്തികളൊക്കെ നിലപാടെടുത്തത്. ഒരു ഡയലോഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYക്കാണ്, പഠിക്കണം. എന്താണ് മക്കളെ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. എന്നാടാ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം ആരുടേതാണ്? എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം, ഗുരുവിന്റെയാണ് അല്ലെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഇവിടെ
മറ്റു ചില നവോത്ഥാന നായകന്മാർ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ അരികുവൽക്കരണത്തെ എതിർത്ത നവോത്ഥാന നായകന്മാരെന്ന് പറഞ്ഞ് കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചുമ്മാ ഒരു പേജിൽ നല്ല മനോഹരമായിട്ട് ഒരു 8 പേര് കണ്ടപ്പോ ഞാൻ ആ 8 പേരെ കുറിച്ച് ഒരു 8 പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേ. ഇവിടെ എഴുതിയിട്ടുണ്ട്, അഥവാ മാറിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് നോട്ട് എഴുതി എടുക്കുമ്പേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തോളുക. അറിയാത്തവർ ഗുരുദേവനെ കുറിച്ച് പറയുന്ന സമയത്ത് പിള്ളേരെ എല്ലാവർക്കും അറിയാം SNDP അല്ലെ. SNDP എന്ന് പറയുന്ന കേരള സാമൂഹിക അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന SNDP. ആ SNDP രൂപീകരിക്കുന്നു ഗുരുദേവൻ 1903 മെയ് 15. 1903 മെയ് 15 SNDP ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ മലയാളികളോട് ഉത്ബോധിപ്പിച്ച അല്ലെ ഗുരുദേവൻ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 1831 അതിനൊക്കെ എത്രയോ വർഷം മുമ്പാണ്. 1831 വർഷം പഠിക്കണം. CMI എന്ന് പറയുന്ന ഒരു സന്യാസി സഭ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സന്യാസി സഭയാണ് CMI സഭ. ആരാണ് CMI സഭ സ്ഥാപിച്ചത്? കുര്യാക്കോസ് ഏലിയാസ് ചവറ, ചവറയച്ചനാണ് CMI സഭ സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ്? 1831. 1831 CMI സന്യാസി സഭ, 1903 മെയ് 15 SNDP. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ CMI സഭയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന. പേര് സമത്വ സമാജം. സമത്വ സമാജം ഞാനിവിടെ എഴുതാം. സമത്വ സമാജം പഠിച്ചു വെച്ചേക്കുക. അയ്യാ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് 1836. മക്കളെ പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന അത് ആത്മീയ സഭയാണ്. 1815 രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന സ്ഥാപിക്കുന്നത്. അതിന്റെ പേര് ആത്മീയ സഭ എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1815 ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന ആത്മീയ സഭ. കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന പഠിച്ചോ? ഏതാണ്? സമത്വ സമാജം. ആരാണ് സ്ഥാപിക്കുന്നത്? അയ്യാ വൈകുണ്ഠ സ്വാമി. വൈകുണ്ഠ സ്വാമി. ചട്ടമ്പി സ്വാമികളെ കുറിച്ചുണ്ട്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഒരു സംഘടനയൊന്നും പഠിക്കാനില്ല. ഇവിടെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഡയലോഗ് പറഞ്ഞതുകൊണ്ട് മുമ്പത്തെ SC ആയിട്ടുള്ള ഡയലോഗ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. PYQ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ഇതാ നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ഷൺമുഖദാസൻ, വിദ്യാധിരാജൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ചട്ടമ്പി സ്വാമികൾ. പഠിച്ചു വെച്ചേക്കുക. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇത് ചോദിക്കും. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ഗുരുദേവൻ. ഓക്കെ, ഇനി നോക്കൂ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ പറയുന്ന ഒരുപാട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പത്രത്തെ കുറിച്ചൊക്കെ പറയാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സംഘടന ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1918 വർഷം 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആര് സ്ഥാപിച്ചു ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ആണല്ലോ. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ്. കൂട്ടുകാർക്ക് അറിയാലോ. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ഗുരുദേവനാണെങ്കിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ വർഷം സംഘടന 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. കിട്ടിയല്ലോ. ഇനി നോക്കൂ, അടുത്തത് പൊയ്കയിൽ അപ്പച്ചനാണ്, അഥവാ പൊയ്കയിൽ യോഹന്നാനാണ്. അദ്ദേഹത്തിന്റെ സംഘടന പൊയ്ക എന്ന് കേൾക്കുമ്പോൾ PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. PRDS വർഷം 1909. കൃത്യമായിട്ട് പഠിക്കണേ. ഏതാ വർഷം ഞാൻ മാറ്റി എഴുതാം. 1909 PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നോക്കൂ, 1907 അരയ സമാജം. അരയ സമാജം ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കറുപ്പൻ മാഷാണ് അരയ സമാജം സ്ഥാപിക്കുന്നത്. വർഷം 1907. നല്ല അടിപൊളി കോഡൊക്കെ ഉണ്ട്. ആ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ മാഡം ഭിക്കാജി ഗാമ, ഭഗത് സിംഗ്. അതുപോലെ തന്നെ സാധുവായ അരയന്നത്തെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഡാൻസ് ഒക്കെ പറയുന്നുണ്ട്. ഒരു കോഡാണ് ഇത്. എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ കേരള ചരിത്രം നോക്കുക. നവോത്ഥാനത്തിന്റെ 2 ക്ലാസ് ഉണ്ട്. വളരെ വിശദമായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ മാഷെ കുറിച്ച് കേരള PSC ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും
ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് പിള്ളേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. ആ ക്ലാസ് കാണണേ, അതിന്റെ അഭിപ്രായം പറയുകയും വേണം കേട്ടോ, എന്നിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ ആ ക്ലാസ്സിനകത്ത് ഞാൻ ഇത് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ പണ്ഡിറ്റ് കറുപ്പൻ 1907 അരയ സമാജം സ്ഥാപിക്കുന്നത്. സെറ്റാണേ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അവസാനത്തെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേഡം ദാക്ഷായണി വേലായുധനാണ്. ഇന്ത്യയിലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ ആദ്യത്തെ വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ തന്നെ SC വിഭാഗത്തിൽ നിന്നും എന്താണ് ഈ പറയുന്ന ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ICA. ICAയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഇത്ര വനിതകളുണ്ട്, അതിനകത്ത് ഇത്ര മലയാളികളുണ്ട്, ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ICAയില് 3 മലയാളി വനിതകളാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രി. കൃത്യമായിട്ട് പഠിക്കണം. 3 വനിതകളാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളത്. ICA ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് 3 മലയാളി വനിതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരാളാണ് ആര്? ഈ കാണുന്ന ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ അതും പഠിച്ചു വെച്ചേക്കാം. അപ്പൊ അരയ സമാജം 907, പ്രത്യക്ഷ രക്ഷാ ദേവസഭ 909, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918, SNDP 1903, CMI സന്യാസി സഭ 1831, സമത്വ സമാജം 1836. ഇത്രയും കാര്യങ്ങൾ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ജ്യോതിറാവു ഫുലെ നോക്കൂ, ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു, ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇദ്ദേഹത്തെ കുറിച്ചും അതുപോലെ തന്നെ സാവിത്രിബായി ഫുലെയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഞാനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പിള്ളേരെ, കേരള PSC എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. 1873 വർഷം കൃത്യമായിട്ട് പഠിച്ചേ. 1873 പഠിച്ചോ? 1873 സത്യശോധക് സമാജ്. സത്യശോധക് സമാജ്, സത്യം. നമ്മളിലെ ഒരു തീ ഉണ്ട് കലക, ആ തീയിൽ വെച്ചിട്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല, ഒരു സിനിമയിലെ ഡയലോഗ് ഇല്ലടാ. അങ്ങനെയാണ് ആലോചിക്കുക, ഇത് സത്യം സത്യം സത്യം. നമ്മൾ എവിടെ തൊട്ട് സത്യം ചെയ്യുന്നത്? ജ്യോതിയുടെ മുമ്പിൽ ഇങ്ങനെ കൈവച്ചിട്ട് അത് സത്യം സത്യം സത്യം. അപ്പൊ ജ്യോതി എന്ന് കേൾക്കുമ്പോൾ സത്യം ചൊല്ലണമെങ്കിൽ ജ്യോതിയുടെ മുമ്പിലാണ്. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് 1873. ഇദ്ദേഹത്തിന്റെ ഈ സംഘടനയുടെ മുഖപത്രമാണ് ദീനബന്ധു. പിള്ളേരെ, ദീനബന്ധു എന്ന് പറയുന്നത് സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടനയുടെ, ജ്യോതിറാവു ഫുലെയുടെ മുഖപത്രമാണ്. ഇവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട്, എന്താ അറിയോ? ദീനബന്ധു എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാരാണ്? ദീനബന്ധു CF ആൻഡ്രൂസ് ആണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. CF ആൻഡ്രൂസ് കേട്ടോ. CF ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്നറിയപ്പെടുന്നത്. ദേശബന്ധു, അത് എഴുതിച്ചങ്ങ് പഠിക്കാം കേട്ടോ. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. CR ദാസ്. അപ്പൊ ഇത് രണ്ടും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് CF ആൻഡ്രൂസ്. ദേശബന്ധു CR ദാസ്. ഇവിടെ സത്യശോധക് സമാജ് അല്ലെങ്കിൽ ജ്യോതിറാവു ഫുലെയെ കുറിച്ച് പറയുമ്പോൾ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് സത്യശോധക് സമാജത്തെ വിശേഷിപ്പിച്ചത് ഗെയിൽ ഓംവെറ്റ് എന്ന് പറയുന്ന ചങ്ങാതിയാണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്, ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇദ്ദേഹത്തിന്റെ ജനനമൊക്കെ കൊടുത്തിട്ടുണ്ട് 1827. പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇദ്ദേഹം ജനിക്കുന്നത് സത്താറയിലാണ്. ഗോവിന്ദറാവു ഫുലെ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ്. ഞാൻ ബോക്സിലാക്കി വെക്കാം, പഠിച്ചു വെച്ചേക്കാം, സ്റ്റാർ ഇട്ട് വെക്കുന്നു. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ഇങ്ങനെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ധനഞ്ജയ് കീർ. അപ്പൊ ധനഞ്ജയ് കീർ ആണ് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെ വിശേഷിപ്പിച്ചത്. നമ്മുടെ BR അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരുവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവിടെ ദളിതരുടെ അല്ലെങ്കിൽ ഏറ്റവും അധസ്ഥിത വിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും, എന്തുണ്ടാവണം? BR അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരുവാണ്. ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ഇദ്ദേഹമാണ്. ദളിത് എന്ന വാക്ക് ഉപയോഗിച്ചത് ഇദ്ദേഹമാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് വെക്കുക. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഗുലാം ഗിരി ഇഷാര,
PYQ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഗുലാംഗിരി. പഠിച്ചു വെച്ചേക്കുക. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഗുലാംഗിരിയും ഇഷാരയും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക എന്നൊരു വിശേഷണമുള്ളത് സാവിത്രി ഫുലേക്കാണ് കേട്ടോ. സാവിത്രി ഫുലേക്കാണ്. ഇവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ 1848 ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ ആരംഭിച്ചത് ഈ ഒരു ടീച്ചറാണ്, സാവിത്രി ഫുലെ. ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ ആരംഭിച്ചത് സാവിത്രി ഫുലെയാണ് 1848 എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ ഗുലാംഗിരി ഇഷാര മറക്കണ്ട. സാവിത്രി ഫുലെ സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. എവിടെയാണ്? ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള പേര് കേട്ട പൂനെയിലാണ് സാവിത്രി ഫുലെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിറാവ് ഫുലെയെ വളരെയധികം സ്വാധീനിച്ച പുസ്തകമാണ് ദി റൈറ്റ്സ് ഓഫ് മാൻ. കേട്ടോ, ദ റൈറ്റ്സ് ഓഫ് മാൻ തോമസ് പെയിന്റെ കൃതിയാണ്. നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കൃതിയാണ് തോമസ് പെയിന്റെ ദ റൈറ്റ്സ് ഓഫ് മാൻ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ദ റൈറ്റ്സ് ഓഫ് മാൻ. ജ്യോതിറാവ് ഫുലെയെ സ്വാധീനിച്ച കൃതി ഏതാണ്? ദി റൈറ്റ്സ് ഓഫ് മാൻ. ജ്യോതിറാവ് ഫുലെയുടെ കൃതി സ്വാധീനിച്ച കൃതിയുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ കൃതി ഗുലാംഗിരി ഇഷാര. എന്നാൽ ഇദ്ദേഹത്തെ സ്വാധീനിച്ച കൃതിയാണ് ദി റൈറ്റ്സ് ഓഫ് മാൻ. ആരുടേതാണ്? തോമസ് പെയിന്റെ പുസ്തകമാണ്. ഇത് പഠിച്ചു വെക്കട്ടോ, അല്ലാതെ തന്നെ ചോദിക്കും. തോമസ് പെയിന്റെ കൃതിയാണ് ഏത്? ദി റൈറ്റ്സ് ഓഫ് മാൻ. ഇദ്ദേഹത്തെ മഹാത്മാ എന്നൊരു ബഹുമതി, ആ വർഷം ഒന്നും പഠിക്കേണ്ട, 1888 ഇദ്ദേഹത്തിന് നമ്മുടെ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടന്ന വർഷമല്ലേ, 1888. അപ്പൊ ആ ഒരു വർഷത്തിന് ഇമ്പോർട്ടന്റ് ഇല്ല, പക്ഷെ മഹാത്മാ എന്നൊരു ബഹുമതി ജ്യോതിറാവ് ഫുലേക്ക് കിട്ടുന്നുണ്ട്. അത് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ നൽകിയത് വിതൽ റാവു കൃഷ്ണജി വഡേക്കർ ആണ് കേട്ടോ. ആരാണ്? വിതൽ റാവു കൃഷ്ണജി വഡേക്കർ. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായി ശിവജി ജയന്തി ആഘോഷിച്ചത് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ മറാത്തയില് ശിവജി ഉത്സവമൊക്കെ ആഘോഷിച്ചത് ആരാണ്? നമ്മുടെ ജ്യോതിറാവ് ഫുലെയാണ്. ഇനി SCERT പറയുന്നത് പെരിയോർ EV രാമസ്വാമി നായ്ക്കറെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ചും നോക്കൂ പിള്ളേരെ, ഒരു 4-5 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പഷ്ടമായിട്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കിയാലോ. 1925 എന്ന് പറയുന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 100ാമത്തെ വാർഷികം അല്ലെങ്കിൽ 100 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പോയിന്റും ഇദ്ദേഹത്തെ കുറിച്ചു നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി പോണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. അപ്പോ 1925 ഏതാണ് സംഘടന? സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വാഭിമാന പ്രസ്ഥാനം അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റി സാധിക്കും സ്വാഭിമാന പ്രസ്ഥാനം. ഇവിടെ ഇതാ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, അതാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളാണ് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. നമ്മൾ EV രാമസ്വാമി നായ്ക്കർ എന്ന് കേട്ടിട്ട് അദ്ദേഹത്തെ പെരിയോർ അല്ലെങ്കിൽ വൈക്കം വീരൻ അല്ലെങ്കിൽ വൈക്കം ഹീറോ, ഇതൊക്കെ ആരെന്നാണ്? ഇതൊക്കെ നമ്മുടെ EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് തമിഴ്നാട്ടിലാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, അവിടെയും വേണ്ട വിവേചനം അല്ലെങ്കിൽ ഈ പറയുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അധസ്ഥി വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ, അപ്പൊ പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യ അവകാശം. ഈ ഒരു കൺസെപ്റ്റ് ആണ് പെരിയോർക്ക് ഉണ്ടായിരുന്നത്, EV രാമസ്വാമി നായ്ക്കർക്ക് ഉണ്ടായിരുന്നത്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഏത് വർഷം? 1925. നേരത്തെ പഠിച്ചത് 1873 ഏത്? നമ്മുടെ സത്യശോധക് സമാജ്. മാറരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പത്രങ്ങൾ ഏതൊക്കെയാണ്? റിവോൾട്ട് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്, ഇംഗ്ലീഷിലാട്ടോ. റിവോൾട്ട് പഠിച്ചു വെച്ചേക്കാം. റിവോൾട്ട് ആണല്ലോ. റിവോൾട്ട് എന്ന് പറഞ്ഞൊരു പത്രം. പുരച്ചി തലൈവർ നിങ്ങൾ കേട്ടില്ലേ? പുരച്ചി. പകുത്തറിവ്, കുടിയരശ്. കുടിയരശ് ഒക്കെ PYQ കേട്ടോ. അപ്പൊ കുടിയരശ്, പകുത്തറിവ്, പുരച്ചി, റിവോൾട്ട് എന്നീ പത്രങ്ങളൊക്കെ ആരുടേതാണ്? EV രാമസ്വാമി നായ്ക്കർ. നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. PDF നോക്കി നന്നായിട്ട് പഠിക്കട്ടോ. റിവോൾട്ട്, പുരച്ചി, പകുത്തറിവ്, കുടിയരശ്. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം ഉള്ളത് വൈക്കത്താണ്, കൂട്ടുകാർക്ക് അറിയാം. ഇനി നമ്മുടെ SCERT കുറച്ച് റെയർ ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യത കുറവാണെങ്കിൽ 2-3 പോയിന്റുകളുടെ ഞാനൊന്ന് പറയാം. ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാൾ. അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്, അല്ലെങ്കിൽ ഇദ്ദേഹം ഏത് മേഖല, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. നോക്കൂ, വെറിയർ എൽവിൻ. ഇദ്ദേഹത്തെ കുറിച്ച് വേറെ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല. പുതിയ SCERT വന്ന സമയത്ത് പഠിക്കുന്ന ഒരു പേരാണ്. പക്ഷെ ഇതൊക്കെയാണ് ഇപ്പൊ പരീക്ഷകളിൽ ചോദിക്കുക. അപ്പൊ പിള്ളേരെ നിങ്ങൾ എല്ലാവരും പേര് പഠിച്ചേ. ഈ നരവംശം, നരഹത്യ നിൽക്കുമ്പോൾ വെറി പിടിച്ച മൃഗമേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അവന്റെ ഒരു വെറി കണ്ടില്ലേ? അപ്പൊ നരവംശ ശാസ്ത്രം അല്ലെ എന്ന് കേൾക്കുമ്പോൾ, നരവംശ ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ വെറിയർ എൽവിൻ. എന്നാടാ? വെറിയർ എൽവിൻ. വെറിയർ എൽവിൻ. വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികൾ ഒരാളാണ്. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു.
ഗോത്ര മനുഷ്യരുടെ ഉള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാട്ടോ. അപ്പൊ വെറിയർ എൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന് സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയാണ്. ഓക്കെ, സോറി. പിന്നീട് നമുക്കൊരു വ്യക്തിയെ കുറിച്ച് കൂടി നോക്കാനുണ്ട്. അത് ഇതാണ്, ഡോക്ടർ എ അയ്യപ്പൻ. നിങ്ങൾ അറിയുന്ന അയ്യപ്പൻ ആയിരിക്കില്ല. സ്വാമി അയ്യപ്പന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, അല്ലാതെ നമുക്ക് ഒരുപാട് അയ്യപ്പന്മാർ അറിയാലോ. അപ്പൊ ഇത് എ അയ്യപ്പനാണ്. തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പന്റെ ജനനം. വർഷമൊക്കെ നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ടാൽ മതി. ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന എ അയ്യപ്പൻ. അപ്പൊ നോക്കൂ, രണ്ട് നരവംശ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പറയുന്നത്. വെറിയർ എൽവിൻ അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് വെറിയർ എൽവിൻ. അതുപോലെ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നരവംശ ശാസ്ത്രജ്ഞനാണ് ആരടാ? എ അയ്യപ്പൻ. എ അയ്യപ്പൻ. അപ്പൊ സ്വാമി അയ്യപ്പനെ വേണേ ആലോചിച്ച് വെച്ചാൽ പഠിച്ചാൽ മതി കേട്ടോ. നരിയെ ഒക്കെ വശത്താക്കിയവനാണ് അയ്യപ്പൻ അല്ലെ. നരിയല്ല, പുലിയുടെ മുകളിലല്ല അയ്യപ്പൻ വരുന്നത്. എവിടെയാണ്? നിങ്ങൾ കമന്റ് ചെയ്തോ. കടുവ ഓപ്ഷൻ, പുലി, സിംഹം, ആന. എന്താ വെച്ചാല് മയിലിന്റെ മുകളിലാണ് ആര് വരുന്നത്? മുരുകനാ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ. ബോറടിക്കുന്നുണ്ടോ കൂട്ടുകാരെ? അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ ഇതൊക്കെ. അപ്പൊ നരവംശ ശാസ്ത്രജ്ഞനാണ് എ അയ്യപ്പൻ. വെറിയർ എൽവിൻ, വെറി പിടിക്കുന്നു അല്ലെ, നരാധമൻ എന്നൊക്കെ അറിയും. വെറിയർ. ഓക്കെ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെ റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. ഇതൊക്കെ വെറുതെ കേട്ടാൽ മതി, പഠിക്കുന്നു വേണ്ട. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. അതൊരു പോയിന്റാണ്. ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ഈ പറയുന്ന എ അയ്യപ്പനെ കുറിച്ച് 2 പോയിന്റ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറയും. ഒന്ന്, ഇദ്ദേഹം കേരളത്തിലെ 65 ജനിക്കുന്നത്. തൃശൂർ ജില്ലയിൽ ജനിച്ച് 65 ജനിച്ച എ അയ്യപ്പൻ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള നരവംശ ശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹം കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠിച്ചു എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കൂ, ഗോത്ര വിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിൽ നിന്നൊക്കെ മുന്നോട്ട് വന്ന ആളുകളെ കുറിച്ച് കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ നഞ്ചിയമ്മയെ കുറിച്ച് SCRT പാഠഭാഗത്ത് ഉൾപ്പെടുത്തുകയാണ്. എനിക്ക് പാടാൻ അറിയില്ല. ഒന്നാമത് പനിയായിട്ട് ഒരാഴ്ചയായി കിടക്കുകയാണ്. ഇന്നും പനി തന്നെയാണ്. നിങ്ങളെ ക്ലാസ് ഇട്ടില്ലെങ്കിൽ നിങ്ങളെ കമന്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് പനിച്ചിട്ട് ക്ലാസ് എടുക്കുകയാണ്. ആ ഉഷാറ് വന്നിട്ടുണ്ടെങ്കിൽ പാട്ട് പാടായിരുന്നു. അപ്പൊ നഞ്ചിയമ്മയെ കുറിച്ച് നോക്കൂ. ആ പാട്ട് അറിയുന്നവര് ഒന്ന് പാടിക്കേ. വീട്ടിൽ കുതിന് പാടിയത് ഇങ്ങനെ ക്ലാസ് കാണുമ്പോൾ ഒന്ന് പാട്ട് പാടുക. അപ്പൊ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗം, ആ വിഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏത് വിഭാഗമാണ്? നഞ്ചിയമ്മ ഇരുള വിഭാഗം. പണിയർ, ഇരുളർ അല്ലെങ്കിൽ കുറിച്ചർ എന്നൊക്കെ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ പറയാൻ പറ്റില്ല, എന്താ PSC ചോദിക്കാന്ന് കേട്ടോ. അപ്പൊ നഞ്ചിയമ്മയ്ക്ക് 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. SCRT പറയുന്ന വർഷം 2020. പാലക്കാട് ജില്ലയിലാണ്, അട്ടപ്പാടിയിലാണ്, ഇരുള വിഭാഗമാണ് നഞ്ചിയമ്മ. ഓക്കെ, ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. ഇവിടെ ഉണ്ടല്ലേ, കള്ളക്കാത്ത സന്തനമേറ വെഗുവേഗ പുത്തിറുക്കു, അത് ഞാൻ കണ്ടില്ല കേട്ടോ, സോറി, എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഉറക്കം പോയില്ലേ? ഇവിടെ ആയിഷമ്മയെ കുറിച്ചും പറയുന്നുണ്ട്. നോക്കൂ, നഞ്ചിയമ്മ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്നാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ കലാപരമായിട്ട് അല്ലെങ്കിൽ നാടകം, സിനിമ ഈ മേഖലയിലേക്കൊന്നും ആളുകൾക്ക് വരാൻ പറ്റില്ലായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് കേട്ടോ. മുസ്ലിം പുരുഷന്മാരൊക്കെ വരുമായിരുന്നെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് കല്ലേറ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞൊരു അനുഭവം ഇവിടെ നമ്മൾ നേരത്തെ APGയുടെ അനുഭവം പറഞ്ഞ പോലെ ഒരു അനുഭവം കാണാം. അപ്പൊ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന പേര് നിങ്ങൾ ഈ കൃതിയോട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കൃതി ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ ആരുമായി ബന്ധപ്പെട്ട കൃതിയാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ രാജേഷ് K എരുമേലിയും രാജേഷ് ചെറുപ്പാടും കൂടി എഴുതിയ ഈ ഒരു കൃതി ജീവിതത്തിനും അരങ്ങിനും ഇടയിലാണ്. ആരുമായി ബന്ധപ്പെട്ടാണ്? നിലമ്പൂർ ആയിഷ. ഒന്ന് നോട്ട് വെച്ചേ കേട്ടോ. കാരണം അവർ ഈ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ അരികുവൽക്കരണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നിന്നും വേറിട്ട് വന്ന ഒരു സ്ത്രീയാണ്. നോക്കൂ, അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പണ്ഡിത രമാബായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾ ഇങ്ങനെ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നഞ്ചിയമ്മയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നിലമ്പൂർ ആയിഷമ്മയെ പോലുള്ള ആളുകളെ. അപ്പൊ അത്തരത്തില് ഒരു ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ പണ്ഡിത രമാബായിയെ കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല, പക്ഷെ 2-3 പോയിന്റ് ഞാനൊന്ന് എഴുതി മാറ്റിത്തരാം, നിങ്ങൾ പഠിക്കുക. നോക്കൂ, 1882 പണ്ഡിത രമാബായി ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു. കൃത്യമായിട്ട് പഠിക്കണം. ഏത് വർഷം?
1882 ചോദിക്കാൻ സാധ്യതയുണ്ട്. ആര്യ മഹിളാ സമാജത്തിന്റെ സ്ഥാപക ആരാണ്? പണ്ഡിത രമാബായി. ആര്യ മഹിളാ സമാജത്തിന്റെ സ്ഥാപക ആരാണ്? പണ്ഡിത രമാബായി. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, കൃത്യമായിട്ട് പഠിക്കണം. വിധവകളുടെ ഉന്നമനം കൃത്യമായിട്ട് പഠിക്കണം. അവരുടെ ബുക്കാണ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ പണ്ഡിത രമാബായിയുടെ പുസ്തകമാണ്. ഓക്കെ ആണല്ലോ. അപ്പോ 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നു, വിധവകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ കോമൺ ആയിട്ട് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തു നിന്നും PSC പരീക്ഷയ്ക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന നല്ല 2 കിടിലൻ ചോദ്യമുണ്ട്. ഒന്ന് ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ കുറിച്ചാണ്, പുന്നൻ ലൂക്കോസ്. മറ്റൊന്ന് EK ജാനകി അമ്മാളിനെ കുറിച്ചാണ്. 2 പേരുകൾ നോട്ട് ചെയ്ത് നോക്കണേ. നമ്മൾ നേരത്തെ നഞ്ചിയമ്മയുടെ വർഷമൊക്കെ നോട്ട് ചെയ്തല്ലോ. അപ്പൊ അതുപോലെ നരവംശ ശാസ്ത്രജ്ഞന്മാരായ 2 പേരെ കുറിച്ച് പറഞ്ഞ ഓർമ്മല്ലേ? അയ്യപ്പനെ ഓർമ്മയുണ്ട് അല്ലെ? വെറിയനെ കുറിച്ച് പറഞ്ഞ ഓർമ്മല്ലേ? അപ്പൊ അതുപോലെ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. ഇതാണ് ആ പോയിന്റ്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഇതാ സ്റ്റാർ ഇട്ട് വെക്കാം. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാരാണ്? കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അടുത്തൊരു ചോദ്യം ഇതാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരായിരുന്നു? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. 2 പോയിന്റുകൾ, കിടിലൻ പോയിന്റ് പഠിച്ചു വെക്കുക. കേരളത്തിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ആരെക്കുറിച്ച് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇന്ത്യയിൽ തന്നെ അല്ലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ദാക്ഷായണി വേലായുധൻ. അതുപോലെ ഇത് ഡോക്ടർ ആട്ടോ. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി പഠിച്ചു വെച്ചേക്കുക. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇനി ജാനകി അമ്മാളിനെ കുറിച്ച് പറയട്ടെ. EK ജാനകി അമ്മാൾ അല്ലെ? ഓക്കെ. കേരളത്തിലെ തലശ്ശേരിയിൽ. അപ്പൊ EK ജാനകി അമ്മാൾ എവിടെ ജനിച്ചു എന്ന് ചോദിക്കാം. തലശ്ശേരി. ഒരു പോയിന്റ്. വളരെ പ്രശസ്തയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. 2ാമത്തെ പോയിന്റ്. അപ്പൊ EK ജാനകി അമ്മാൾ ആരാണ്? തലശ്ശേരിയിൽ ജനിച്ച ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ സസ്യശാസ്ത്രജ്ഞയാണ്. തലശ്ശേരിയിലാണ് ജനിക്കുന്നത്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടം. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ആര്? EK ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. അടുത്ത പോയിന്റ് കണ്ട നിങ്ങള് 4 പോയിന്റുകളോടെ പഠിക്കണേ. സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരും. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? അടുത്ത പോയിന്റ് നോക്കൂ. 1977 പത്മശ്രീ പുരസ്കാരം കിട്ടി. 5 പോയിന്റുകൾ അവിടെ പഠിക്കാനുണ്ട്. നോക്കൂ, EK ജാനകി അമ്മാൾ ജനിച്ചത് തലശ്ശേരിയിലാണ്. ഓക്കെ ആണോ? വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. പത്മശ്രീ കിട്ടിയ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1977 77 ഏതോ ഒരു അവാർഡ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ? വേണമെങ്കിൽ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ. ജാനകി അമ്മാൾ എന്നൊക്കെ കേൾക്കുമ്പോൾ വേറൊരു അവാർഡ് നിങ്ങൾ ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും. എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ. കമന്റ് ബോക്സ് ഒന്ന് പരിശോധിക്കും. ഇപ്പൊ മേരി പുന്നൻ ലൂക്കോസ്, അതും മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ 2-3 കുഞ്ഞു കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. സിആർടിയില് എടാ മക്കളെ, ട്രാൻസ്ജെൻഡർ എന്താന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ്. ഇനി ന്യൂനപക്ഷം അഥവാ മൈനോറിറ്റി, മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ നമ്മൾ എന്ത് വിളിക്കും? ന്യൂനപക്ഷം എന്ന് വിളിക്കും. വിവേചനം തടയാൻ വേണ്ടിയിട്ട് BR അംബേദ്കർ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ദളിത് മുന്നേറ്റത്തിനൊക്കെ ഇന്നും നമ്മളൊരു ഒരു ലീഡറായിട്ട് കാണുന്ന വ്യക്തിയാണ് BR. ഇപ്പൊ BRനെ കുറിച്ച് പറയുകയാണെങ്കിൽ BR ജനിച്ചതും മരിച്ചതും വർഷം ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 1891 1891
BR മരണപ്പെടുന്നത് 1956. ഓക്കെ, വിശദമായിട്ട് BR അംബേദ്കറിനെ കുറിച്ച് ഞാൻ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരൊറ്റ ക്ലാസ് അദ്ദേഹത്തെ കുറിച്ച് മാത്രം വേണ്ടവർക്ക് കാണാം. അത് സ്ട്രൈക്കർ കോച്ചിങ് ചാനലുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും എടുക്കും കേട്ടോ. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ദളിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിച്ചു. അവർക്ക് നിയമപരമായ സംരക്ഷണം സാധിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ 2 ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുന്ന 2 ആർട്ടിക്കിൾ. ഒന്ന് അനുച്ഛേദം 14. പിള്ളേരെ എല്ലാവർക്കും അറിയാം 14 അല്ലെ? എന്താടാ? നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, തുല്യരാണ്. ഇതാണ് ആർട്ടിക്കിൾ 14. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരു വിവേചനവും പാടില്ല. ദെൻ 15 ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, അല്ലെ, എന്താ പറയാ, ഭേദമന്യേ എല്ലാവർക്കും സമന്മാരാണ്, അല്ലെങ്കിൽ വിവേചനത്തിനെതിരെ. അതാണ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെയാണ്. അപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കുക. 14 നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നു. 15 വിവേചനത്തിനെതിരെ. ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടനയിലെ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് വിവേചനത്തിനെതിരെയുള്ള. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന സിമ്പിൾ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ഫാക്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിൽ മാറ്റി നിർത്തുന്ന ചില ആളുകളുടെ, പ്രത്യേകിച്ച് ഭിന്നശേഷി കുഞ്ഞുങ്ങളൊക്കെ. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാരാലിമ്പിക്സ്. നിങ്ങൾക്ക് അറിയാലോ, പാരാ അത്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള അല്ലെ സ്പോർട്സ് ആണ് പാരാ നമ്മൾ പറയാറ്. അപ്പൊ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം ഏത് വർഷം ചോദിച്ചാൽ പിള്ളേരെ നിങ്ങൾ പറയണം 2016. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് സ്റ്റാർ ഇട്ട് വെക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേ. 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ്. ഇനി പാരാലിമ്പിക്സിനെ കുറിച്ച് പറയുന്നു. നമുക്കറിയാം, ഒളിമ്പിക്സ് ആരംഭിച്ചത്, ആധുനിക ഒളിമ്പിക്സ് 1896 അല്ലെ? അതൊക്കെ അതിന്റെ ചരിത്രം നമുക്കറിയാം. അപ്പൊ അവിടെ പാരാലിമ്പിക്സ്, ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് എന്നാണ് ആരംഭിച്ചത് ചോദിച്ചാൽ അവിടെ ഒരു നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് ഉള്ള ഈ പേജിൽ കേട്ടോ. 1948. അപ്പൊ പാരാലിമ്പിക്സ് ആരംഭിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേത്ത വർഷം. ഞാനിത് നശിപ്പിച്ച് വെച്ചില്ലേ, വരച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ 1948 മാറ്റി വരയ്ക്കണോ? 1948 കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടി പിറ്റേന്ന് പാരാലിമ്പിക്സ്. അവസാനമായിട്ട് ഇത്രയും നേരം ക്ലാസ് ബോറടിച്ചു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ബോറടിച്ചെങ്കിൽ അഭിപ്രായം പറ. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ പഠിക്കണ്ടേ? അപ്പൊ SCRT ഇങ്ങനെയൊക്കെ പഠിച്ച് രസമായിട്ട് അങ്ങ് പോവുക. നിങ്ങളെ എല്ലാവരും അഭിപ്രായം ഒരു 10-200 കമന്റ്, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞാലേ അത് കാണുമ്പോൾ അടുത്ത ക്ലാസ് ചെയ്യാൻ തോന്നും. ഞാൻ പറഞ്ഞല്ലോ, പനിച്ചിട്ട് തീരെ വയ്യ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ 2 ക്ലാസ് എടുത്തു SCRT ബാക്ക് ടു ബാക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. ഈ ഒരു വയ്യാണ്ട് എടുക്കാൻ കാരണം നമ്മളിങ്ങനെ ഗ്യാപ്പ് വരണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. ക്ലാസ് എടുക്കുമ്പോൾ, തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ നൽകുമ്പോൾ നിങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.